ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, കേന്ദ്ര നയങ്ങൾ, അതാണ് സമൂഹത്തിന് രൂപകൽപ്പന ചെയ്യുന്നതിൽ പ്രാധാന്യമുള്ള മേഖല. ആ കേന്ദ്ര നയങ്ങൾ പൂർണ്ണമായി തന്നെ അതിസാധാരണക്കാരൻ്റെ ജീവിത പുരോഗതിയെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കേരളം, ഇന്ത്യ. അതിന് വ്യത്യസ്തമാണ് കേരളം എന്നുള്ളത് ചെറിയൊരു ഗുണമാണ്. പക്ഷേ ഒരു പൊതു ഇന്ത്യൻ ചിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദയനീയമായ ഒന്നാണ്. ഒരു മേഖലയിലും പുരോഗതി ഉണ്ടായിട്ടില്ല. രാജ്യത്ത് പുരോഗതി ഉണ്ടായ ഏക മേഖല തീവ്രമായ പ്രാകൃത വർഗീയ മൂല്യങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടു എന്നുള്ളത് മാത്രം. അതൊരു പുരോഗതി ഉണ്ടായ സ്ഥലമാണ്. മറ്റൊന്നോ, അവരുടെ പിൻബലത്തോടുകൂടി, ഭരണവർഗ പിൻബലത്തോടുകൂടി അതിസമ്പന്ന വിഭാഗത്തിൻ്റെ കൊള്ളലാഭം വർദ്ധിച്ചു എന്നുള്ളതാണ്. വളരെ വൈരുദ്ധ്യപരമായ നിലയിലാണ് നമുക്കതിനെ കാണാനാകും. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുള്ള ലോകരാജ്യമാണ് ഇന്ത്യ. എവിടെയാണ് ഒരു തൊഴിൽ? എവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ നമുക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നത്? ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകേണ്ട ഉൽപ്പാദന മേഖലയിൽ കഴിഞ്ഞ ഏതാണ്ടൊരു ദശാബ്ദത്തോളം വളർച്ച കീഴോട്ട് പോവുകയാണ്. ഇതിന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2.3% കുറയുകയാണ്. അപ്പോൾ തൊഴിലവസരങ്ങളെ ഉണ്ടാവുന്നില്ല. പുതിയ തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയാതെ പരാജയപ്പെട്ടിരിക്കുന്നു ഭരണം. കേന്ദ്ര ഭരണത്തിൻ്റെ മുൻകൈയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ മുതലാളിമാരുടെ ലാഭം വൻതോതിൽ വർദ്ധിച്ചു. 10.1% ലാഭം കിട്ടുന്ന ലോക മുതലാളിമാർ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ലാഭം എടുക്കുന്ന മുതലാളി ഇന്ത്യയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരൻ ഇന്ത്യയിലാണ്. സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയ രാജ്യമാണ് ഇന്ത്യ. ആ നിലയിലേക്ക് നമ്മുടെ സാമൂഹിക ഘടന പുറകോട്ട് പോവുകയാണ്. അതിനനുസരിച്ചുള്ള ബഹുജന മുന്നേറ്റങ്ങൾ ആ അളവിൽ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളെല്ലാം പരിശോധിക്കേണ്ട സന്ദർഭവുമാണ്. ഒരുപാട് സമരങ്ങളും പോരാട്ടങ്ങളും ഇന്ത്യയിൽ നടക്കുകയാണ്, കൃഷിക്കാരൻ്റെയും തൊഴിലാളികളുടെയും മറ്റിതര ജനവിഭാഗങ്ങളുടെയും. പക്ഷേ രൂപപ്പെട്ടു വന്ന സങ്കീർണ സാഹചര്യത്തിൻ്റെ പരിമിതികളെ മുറിച്ചു കടക്കാനുള്ള പ്രാപ്തി നേടുന്ന തരത്തിലേക്കുള്ള വളരെ കരുത്തുറ്റ സമരപോർമുഖങ്ങൾ ഇനിയും തുറക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം വർഗീയതയും പ്രതിലോമതയും ഒക്കെ അതിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ഇപ്പം കേരളം തന്നെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തിൽ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തെ പുനർനിർണയിച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താൻ കേരളത്തിന് സാധിച്ചു. ഇപ്പോഴും ഈ പ്രയാസകരമായ ഘട്ടത്തിലും സാധാരണക്കാരനും പാവപ്പെട്ടവനൊക്കെ ഒരു ജീവിത അസ്തിത്വം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഏക നാടാണ് കേരളം. ജാതീയമായ അടിച്ചമർത്തലുകൾ, മതപരമായ സംഘർഷങ്ങൾ, ഇതിൽ ജാതീയ അടിച്ചമർത്തലില്ല. ഇവിടെ മതപരമായ സംഘർഷങ്ങൾ കേരളത്തിലില്ല. സമാധാനമാണ് ഇവിടെ. എന്നാൽ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ദേശീയ തലത്തിൽ രൂപപ്പെട്ട തീവ്രമായ വർഗീയ പ്രതിലോമ മൂല്യങ്ങൾ, അതിൻ്റെ സ്വാധീനം കേരളത്തിലും ശക്തിപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപോകണം. നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം എങ്ങനെയാണ് വർഗീയ ജാതീയ ബോധത്തിൻ്റെ കീഴിലേക്ക് പിന്തിരിഞ്ഞു നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവപൂർവം നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം. വലിയ സമര പോരാട്ടങ്ങളുടെ ഭൂമികയുള്ള സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന ഈ കേരളം ഇന്ത്യയിലെ മറ്റിതര ജനവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാമൂഹ്യ ജീവിതക്രമത്തെ രൂപപ്പെടുത്തി അതിസാധാരണക്കാരൻ്റെ ജീവിത അസ്തിത്വത്തെ ഉറപ്പിക്കാൻ കഴിഞ്ഞ കേരളത്തിലും എന്തുകൊണ്ടാണ് വലതുപക്ഷ മൂല്യബോധത്തിന് മുൻകൈ കിട്ടിയിരിക്കുന്നത് എന്നത് ഗൗരവപൂർവ്വം ആലോചിക്കാൻ എല്ലാവരും തയ്യാറാവേണ്ട ഒരു സന്ദർഭമാണ്.